ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി മുതലേ ഭയങ്കര മഴയാണ്. നിൽക്കാതെ മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇരുണ്ട് മൂടിക്കിടക്കുവാണ്. ഇന്ന് വെയിൽ വരുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല കേട്ടോ. അപ്പോൾ കുട്ടികളെ വേഗം വേഗം ഒരുക്കി ഞാൻ സ്കൂളിലോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കൊച്ചി എണീറ്റില്ല. അവൾ പൊതിച്ച് മൂടി കിടക്കുന്ന കണ്ടപ്പോൾ എനിക്കും കിടക്കാൻ തോന്നി. പക്ഷേ സ്കൂളിൽ നിന്ന് മെസ്സേജ് ഒന്നും കണ്ടില്ല. പരീക്ഷയും കൂടി ആയതുകൊണ്ട് പിള്ളേരെ വിടാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. സ്കൂൾ വീടിൻ്റെ അടുത്ത് തന്നെയാണെങ്കിലും അവരെ നടത്തി വിടാൻ തോന്നിയില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ കുട്ടികളെ സ്കൂളിലും വിട്ടിട്ട് ഞാൻ വീട്ടിൽ വന്നു കൊച്ചിനുള്ളതെല്ലാം റെഡിയാക്കി. അവൾ ഇന്ന് പുതിയ ചെരുപ്പിട്ടിട്ട് പോകാനുള്ള ഭയങ്കര ഇൻട്രസ്റ്റിലായിരുന്നു കേട്ടോ. അങ്ങനെ കൊച്ചിനെ റെഡിയാക്കി സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് വന്നു. സ്കൂളിൽ വിട്ടിട്ട് വന്നപ്പോൾ നോക്കിയപ്പോൾ ദേണ്ട് എന്ത് വെയിലാന്ന് നോക്കിക്കേ. കാലത്ത് ഇരുണ്ടും മൂടി കിടന്നതെന്ന് ആരെങ്കിലും പറയുമോ? എന്നും ഒരു 11:45 സിസ്റ്റർ ഫോട്ടോസ് ഇടും കേട്ടോ. കുട്ടികൾ എന്തൊക്കെ ചെയ്തു നഴ്സറിയിലെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പേരൻസിനെ. ഇവിടെ മംഗലാപുരത്ത് ശനിയാഴ്ച ഉച്ചവരെ കുട്ടികൾക്ക് സ്കൂളിലുണ്ടാവും കേട്ടോ. പക്ഷെ നഴ്സറിക്ക് ലീവാണ് കേട്ടോ. അങ്ങനെ കുട്ടികളെ ടാറ്റ ബൈബൊക്കെ പറഞ്ഞിട്ട് പിരിയാണ് കേട്ടോ. അവർക്ക് 2 ദിവസത്തെ ലീവുണ്ട്, ശനിയും ഞായറാഴ്ചയും. അങ്ങനെ സിസ്റ്റർ ചോക്ലേറ്റ് കൊടുത്തതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. എനിക്കിനി കടയിൽ പോകണ്ടല്ലോ. കുറച്ച് ഉണക്കനങ്ക് എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സോഫ്റ്റ് ആയപ്പോൾ അതിൻ്റെ തോലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു സാമ്പാർ ഉണ്ടാക്കാതെ. അപ്പോൾ നഴ്സറി പോകുന്നതിന് മുമ്പേ പച്ചക്കറികളൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പും ഉരുളക്കിഴങ്ങും ചേനയും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിലിട്ടിട്ട് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് സാമ്പാർ റെഡിയായി. പിന്നെ നങ്കും കൂടെ വറുത്തെടുത്തു കേട്ടോ. അതിന് പിന്നെ മസാലയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ സാമ്പാറും നങ്ക് ഫ്രൈയും കുറച്ച് അച്ചാറും. വൈകുന്നേരം പിന്നെ ഐസ്ക്രീം കുറച്ച് എടുത്തു കേട്ടോ. കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്ന് വെച്ചിട്ട്. ഇവിടെ ജലദോഷം ആയതുകൊണ്ട് തൊട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഐസ്ക്രീമും തിന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രണ്ട്, നാളെ കാണാം.